ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാസ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 10ാമത്തെ ചാപ്റ്ററാണ് രൂപത്തിനും ബലത്തിനും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ജീവികളിൽ ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും സഹായിക്കുന്ന ശരീരത്തിനു പുറത്തുള്ള ആവരണം ഏതാണ്? ജീവികളിൽ ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും സഹായിക്കുന്ന ശരീരത്തിന് പുറത്തുള്ള ആവരണമാണ് ബാഹ്യാസ്ഥികൂടം. എന്താണ് ബാഹ്യാസ്ഥികൂടം? അടുത്ത ചോദ്യം, കട്ടിയുള്ള പുറന്തോടുകളുള്ള ജീവികൾക്ക് ഉദാഹരണമാണ് ഒച്ച്, വണ്ട്, ഞണ്ട്. കട്ടിയുള്ള പുറന്തോടുകളുള്ള ജീവികൾക്ക് ഉദാഹരണമാണ് ഒച്ച്, വണ്ട്, ഞണ്ട്. അടുത്ത, എന്താണ് ആന്തരാസ്ഥികൂടങ്ങൾ? ശരീരത്തിനുള്ളിൽ കാണുന്ന അസ്ഥികൂടം അറിയപ്പെടുന്നതാണ് ആന്തരാസ്ഥികൂടങ്ങൾ. ശരീരത്തിനുള്ളിൽ കാണുന്ന അസ്ഥികൂടം എന്തെന്നറിയപ്പെടുന്നു? ആന്തരാസ്ഥികൂടങ്ങൾ. ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവുമുള്ള ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് ആമ, ചീങ്കണ്ണി, മുതല എന്നിവ. ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവുമുള്ള ജീവികൾക്ക് ഉദാഹരണമാണ് ആമ, ചീങ്കണ്ണി, മുതല. അടുത്ത ചോദ്യം, മനുഷ്യനിൽ തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു എല്ല് ഏതാണ്? മനുഷ്യനിൽ തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു എല്ലാണ് കീഴ്ത്താടി എല്ല്. അപ്പോൾ കീഴ്ത്താടി എല്ല് എന്താണ്? മനുഷ്യനിൽ തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു എല്ലാണ് കീഴ്ത്താടി എല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. അപ്പോൾ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലും ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസും. ജനിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 300. ജനിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 300. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. ഇനി 2 പ്രസ്താവനകളാണ്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ കീഴ്ത്താടി എല്ലാണ്. ശരിയാണോ? ശരിയാണ്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ കീഴ്ത്താടി എല്ലാണ്. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരി എല്ലുകളാണ്. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരി എല്ലുകളാണ്. ഓക്കെ, അപ്പോൾ അത് 2 പ്രസ്താവന ശരിയാണ്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ കീഴ്ത്താടി എല്ലാണ്. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരി എല്ലുകളാണ്. മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്ന മൃദുവായ അസ്ഥികളാണ് തരുണാസ്ഥികൾ. അപ്പോൾ തരുണാസ്ഥികൾ എന്താണ്? മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്ന മൃദുവായ അസ്ഥികളാണ് തരുണാസ്ഥികൾ. കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്ന മൃദുവായ അസ്ഥികളാണ് തരുണാസ്ഥികൾ. കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. ഇനി മനുഷ്യ ശരീരത്തിലെ തലയോടിൽ എത്ര അസ്ഥികളാണുള്ളത്? തലയോടിൽ 22 അസ്ഥികളുണ്ട്. ഓരോ കൈയിലും 30 അസ്ഥികളാണുള്ളത്. ഒന്നിൽ 30, ഒരു കയ്യിൽ 30. നട്ടെല്ലിൽ 26 എണ്ണമാണ്. നട്ടെല്ലിൽ 26 എണ്ണമാണ്. ഓക്കെ, അപ്പോൾ മനുഷ്യ ശരീരത്തിലെ തലയോടിൽ എത്രയാണ്? 22. ഓരോ കൈയിലും 30 വീതമാണ്. നട്ടെല്ലിൽ 26. തലയോട് 22, ഓരോ കൈയിലും 30 വീതം, നട്ടെല്ല് 26. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണ്? ഗോളര സന്ധിയാണ്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ഗോളര സന്ധി. ഇനി അസ്ഥികൾ ഒടിയുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് അസ്ഥിഭംഗം. അസ്ഥികൾ ഒടിയുന്ന അവസ്ഥയാണ് അസ്ഥിഭംഗം. അസ്ഥികൾ സ്ഥാനം തെറ്റുന്ന അവസ്ഥയാണ് സ്ഥാനഭ്രംശം. അസ്ഥികൾ സ്ഥാനം തെറ്റുന്ന അവസ്ഥയാണ് സ്ഥാനഭ്രംശം. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽഷ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽഷ്യം ഫോസ്ഫേറ്റ്. അപ്പോൾ അസ്ഥികൾ ഒടിയുന്ന അവസ്ഥയാണ് അസ്ഥിഭംഗം. അസ്ഥികൾ സ്ഥാനം തെറ്റുന്ന അവസ്ഥയാണ് സ്ഥാനഭ്രംശം.
അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽഷ്യം ഫോസ്ഫേറ്റ്. അടുത്ത ചോദ്യം, അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാൽഷ്യം, ഫോസ്ഫറസ്. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളാണ് കാൽഷ്യം, ഫോസ്ഫറസ്. ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം എന്താണ്? കാൽഷ്യം ഫോസ്ഫേറ്റിൻ്റെ നിക്ഷേപം കുറവായതിനാലാണ്. അപ്പോൾ അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളാണ് കാൽഷ്യം, ഫോസ്ഫറസ്. ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം എന്താണ്? കാൽഷ്യം ഫോസ്ഫേറ്റിൻ്റെ നിക്ഷേപം കുറവായതിനാൽ. ഇനി എന്താണ് വിജാഗിരി സന്ധി? വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നതാണ് വിജാഗിരി സന്ധി. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നതാണ് വിജാഗിരി സന്ധി. വിജാഗിരി സന്ധി കാണപ്പെടുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? കൈമുട്ട്, കാൽമുട്ട്. കൈമുട്ടും കാൽമുട്ടും. അപ്പോൾ വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നതാണ് വിജാഗിരി സന്ധി. വിജാഗിരി സന്ധി കാണപ്പെടുന്ന ശരീരഭാഗമാണ് കൈമുട്ടും കാൽമുട്ടും. ഇനി ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നതാണ് ഗോളരസന്ധി. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നതാണ് ഗോളരസന്ധി. ഇനി എന്താണ് കീലസന്ധി? കീലസന്ധി എന്ന് പറഞ്ഞാൽ ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നു. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നു. ഇപ്പോൾ കീലസന്ധി എന്താണ്? ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നു. കീലസന്ധിയുമായി ബന്ധപ്പെട്ട ശരീരഭാഗമാണ് കഴുത്ത്. കീലസന്ധിയുമായി ബന്ധപ്പെട്ട ശരീരഭാഗം ഏതാണ്? കഴുത്ത്. അതായത് തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലമാണ് കഴുത്ത്. ഓക്കെ. അപ്പോൾ ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നതാണ് കീലസന്ധി. കീലസന്ധിയുമായി ബന്ധപ്പെട്ട ശരീരഭാഗമാണ് കഴുത്ത്. അപ്പോൾ അതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലം. ഇനി തോളെല്ല്, ഇടുപ്പെല്ല് ഏത് അസ്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഗോളരസന്ധിയാണ്. തോളെല്ല്, ഇടുപ്പെല്ല് ഇത് ഗോളരസന്ധിയുമായി ബന്ധപ്പെട്ടതാണ്. മരം, പ്ലാസ്റ്റിക്, ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപലകയാണ് സ്പ്ലിൻറ്റ്. ഒടിഞ്ഞ എല്ല് നിശ്ചലമാക്കി വെക്കാൻ സ്പ്ലിൻറ്റ് ഉപയോഗിക്കുന്നു. ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണോ? ശരിയാണ്. മരം, പ്ലാസ്റ്റിക്, ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപലകയാണ് സ്പ്ലിൻറ്റ്. ഒടിഞ്ഞ എല്ല് നിശ്ചലമാക്കി വെക്കാൻ സ്പ്ലിൻറ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് സന്ധികളും അതിൻ്റെ പ്രത്യേകത ഒന്നുകൂടി നോക്കാം. ആദ്യത്തെ സന്ധി ഏതാണ്? ഗോളരസന്ധി. ഗോളരസന്ധി ഏതൊക്കെ ശരീരഭാഗങ്ങളിൽ വരുന്നു? തോളെല്ല് സന്ധി, ഇടുപ്പെല്ല് സന്ധി. ഗോളരസന്ധി വരുന്നത് തോളെല്ല് സന്ധിയും ഇടുപ്പെല്ല് സന്ധിയും. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവയാണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. അടുത്ത രണ്ടാമത്തെ സന്ധിയാണ് വിജാഗിരി സന്ധി. വിജാഗിരി സന്ധി എന്താണ്? വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. അത് വരുന്നത് എവിടേക്കാണ്? കൈമുട്ട്, കാൽമുട്ട്. വിജാഗിരി സന്ധി വരുന്നത് കൈമുട്ടും കാൽമുട്ടും. ഇനി കീലസന്ധി. കീലസന്ധി എന്താണ്? ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നു. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നു. അതായത് കഴുത്ത്. തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേർന്ന് വരുന്ന സ്ഥലമാണ് കഴുത്ത്. അപ്പോൾ കീലസന്ധി വരുന്ന എവിടെയാണ്? കഴുത്താണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.